പെട്ടെന്ന് ഒരു നോക്ക്. അതൊരു അതൊരു വുമൻസ് വാഷ്റൂം ആയിരുന്നു. പെട്ടെന്ന് ഡോറിൻ്റെ സൈഡിലൂടെ തിരിഞ്ഞ് നോക്കിയിട്ട് ഫുള്ളായിട്ട് നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. പെട്ടെന്ന് ഒന്നുകൂടെ എന്തേ, ഇതെല്ലാം എനിക്ക് തോന്നിയാണോ? വാഷ്റൂം ഓപ്പൺ ആവുന്നില്ല. യൂണ കയറി വരുന്നു. തേയാ, നീ ഓക്കെ അല്ലേ? എന്താ ചേച്ചി, കുറേ നേരം വരെ വരാതിരുന്നിട്ട്? ഇല്ല, ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? ഓ, ജിമിൻ പറഞ്ഞു വന്ന് നോക്കാൻ. ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. അതുണ്ടേ, ഞാൻ വരാം, ഇപ്പോൾ വരാം. ഓക്കെ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, നിനക്ക് എന്തോ ഇതുപോലെ. നീ ഓക്കെ അല്ലേ? ആടാ, ഞാൻ ഓക്കെ. ഞാൻ ജസ്റ്റ് ഇന്നലെ ഉറക്കം ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്കെന്തോ വന്നിട്ട് ഒരു മൂടില്ല. ഞാൻ ഇന്ന് ഇറങ്ങും. ശരിയെന്നാ? ഞാൻ നിന്നെ ഡ്രോപ്പ് ആക്കാം. അതിൻ്റെ ആവശ്യമില്ല, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എടി, ഞാൻ നിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ആക്കാൻ കുഴപ്പമില്ലല്ലോ. ഇല്ലടാ, എനിക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ശരിയെന്നാ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ ചെന്നിറങ്ങി വിൻഡോയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ഒരു ആൾ വിൻഡോയുടെ പുറത്ത് നിൽക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് രണ്ടെണ്ണം മെസ്സേജ്. പെട്ടെന്ന് ഭയക്കുന്നു. പെട്ടെന്ന് ഫോണിൽ നിന്ന് കണ്ടത് നോക്കിയപ്പോൾ ആ രൂപം വിൻഡോയുടെ പുറത്തുണ്ടായിരുന്നില്ല. ഒന്നുകൂടെ പേടിക്കുന്നു. പെട്ടെന്ന് തേയുടെ റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് റൂമിലോട്ട് ഓടിപ്പോകുന്നു. അവിടെ ചെന്നപ്പോൾ വിൻഡോസ് ഫുൾ തുറന്നു കിടക്കുന്നു. ഒരു റോസ് ബെഡ്ഷീറ്റിൽ കിടക്കുന്ന ശ്രദ്ധിക്കുന്നു. പെട്ടെന്നൊരു നൈഫ് കയ്യിൽ വെച്ചിട്ട്, ആരത്? നിർത്തിക്കോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്നെ വെറുതെ ഫോളോ ആക്കുന്നേ? പെട്ടെന്ന് ലൈറ്റ് പോകുന്നു. ആരോ തേയുടെ വേസ്റ്റിൽ പിടിക്കുന്നു. എന്തിനാ പേടിക്കണേ? നിനക്കറിയാമത് ഞാനാണ്. And you love me chasing you. വിടന്നെ, നീ അതെന്താ വേണ്ടേ? I know my closeness are making you weak. നിനക്ക് ഈ ചേസ് ഇഷ്ടമാണ്. ഞാൻ നിന്നെ കളിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ്. വിടന്നെ, എനിക്കൊന്നും ഇഷ്ടമല്ല. Try to deny it all you want. എനിക്ക് നിന്നെ നല്ലതുപോലെ അറിയാം. നിങ്ങൾ എന്നെ സ്റ്റോക്ക് ചെയ്യുകയാണോ? ഓ, നിനക്ക് അങ്ങനെയാണ് താല്പര്യം. You can call me a stalker. You are stalker. പെട്ടെന്ന് ആളെ പുഷാക്കിയിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി പോകുന്നു. പക്ഷെ ആൾ പെട്ടെന്ന് തേനെ ബെഡിലേക്ക് പിൻ ചെയ്യുന്നു. എന്താ ചെയ്യുന്നേ? ഇവിടെ പെട്ടെന്ന് സ്റ്റില്ലാകുന്നു. ഇരുട്ടിൽ ആ ആൾ മാസ്ക് ഊരുന്നതായി തേക്ക് മനസ്സിലായി. പക്ഷെ ഇരുട്ട് കാരണം തേക്കൊന്നും കാണാൻ പറ്റൂല. പെട്ടെന്ന് Don't be so rude. Sleep well. ഒരുപാടൊന്നും ചിന്തിച്ചിരിക്കണ്ട കേട്ടോ. Well, good night, little mouse. ആ രൂപം ജനലിൽ കൂടെ പുറത്തു പോകുന്നു. പെട്ടെന്ന് ലൈറ്റ് ഓൺ ആവുന്നു.
തേക്ക് തേനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാകുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ ഇമാജിനേഷനാണോ? എനിക്കെന്താ പറ്റി? തേ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. തേക്കറിയില്ലല്ലോ തേനെ കണ്ടുകൊണ്ട് ഒരാളിരിക്കുന്നുണ്ടെന്ന്. ഇച്ചിരി കഴിഞ്ഞിട്ട് തേക്കൊരു കോൾ ലഭിക്കുന്നു. ജാക്സൺ ഇവിടെ നിന്ന് എപ്പോൾ ടെക്സ്റ്റ് ആക്കണം? അങ്ങനെ അവർ ചാറ്റിങ് ചെയ്യുന്നു. ചാറ്റ് ചെയ്ത് മിഡ്നൈറ്റ് 2 AM ആയി. സ്റ്റിൽ ജാക്സണും തേയും നല്ല ചാറ്റിംഗ് ആണ്. പെട്ടെന്ന് തേക്കിന് അണ്ണൻ മെസ്സേജ് വരുന്നു. തേ പെട്ടെന്ന് ഭയക്കുന്നു. തേക്ക് മനസ്സിലായി ആരോ തേനെ എവിടെ നിന്നോ നോക്കുന്നുണ്ടെന്ന്. അത് ചിലപ്പം ക്യാമറയിലൂടെ ആകാം, അല്ലെങ്കിൽ നേരിട്ട് ആരോ ഉണ്ട്. പക്ഷെ തേ പോലും അറിയുന്നില്ല തേയുടെ റൂമിലൊരു ഹിഡൻ ക്യാമറ ഉള്ള കാര്യം. ഓൾ ഓവർ ദ ഹൗസ്. ഈവനിങ് ആയപ്പോഴത്തേക്ക് ജാക്സണും തേയും കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ഒരു കഫേയിൽ ചെല്ലുന്നു. അവർ നല്ല ചിരിച്ചുകൊണ്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുകയായിരുന്നു അവരുടെ ടൈം. തേയും ജാക്സണും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ജാക്സൺ തേക്കൊരു പെക്ക് കൊടുക്കുന്നു. തേ സ്റ്റില്ലായിട്ട് ജാക്സനെ നോക്കുന്നു. ജാക്സൺ, I love you so much. എനിക്കറിയാം നീ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ചിലപ്പം കണ്ടിട്ടുണ്ടാവുള്ളൂ, ബട്ട് ഐ ലവ് യു സോ മച്ച്. ഇറ്റ്സ് ബീൻ 3 years ആൻഡ് ഐ കാൻ ഹോൾഡ് ബാക്ക് എനിമോർ എന്ന് പറഞ്ഞ് ജാക്സൺ തേക്ക് കിസ് കൊടുക്കുന്നു. തേക്ക് തേനെ ആരോ സ്റ്റെയർ ആക്കുന്നത് പോലെ തോന്നുന്നു. എവിടെ നിന്നോ ജാക്സന്റെ കൈകൾ തേയുടെ വേസിൽ ഗ്രാബ് ചെയ്യണം. ജാക്സന്റെ ഫിംഗേഴ്സ് തേയുടെ ചെസ്റ്റിലേക്ക് പോകുന്നു. പെട്ടെന്ന് തേയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഒരു അൺനോൺ നമ്പർ. തേ പെട്ടെന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് തേ വീട്ടിൽ പോകുന്നു. തേ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഒരു കാർഡ്ബോർഡ് ഇരിക്കുന്നത് കണ്ടു. അവളതെടുത്ത് അകത്ത് പോയി തുറന്ന് നോക്കിയപ്പോൾ തേ പെട്ടെന്ന് പേടിക്കുന്നു. അതിൻ്റെ അകത്ത് തേ കണ്ടത് ഒരാളുടെ കൈകളായിരുന്നു. അതിൻ്റെ അകത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ജാക്സൺസ്. തേ ഭയങ്കരമായിട്ട് ഭയക്കുന്നു. പെട്ടെന്ന് ഒരു അൺനോൺ മെസ്സേജ് ലഭിക്കുന്നു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നു. ഫുഡ് സ്റ്റെപ്സ് കേൾക്കാം. ആരാ ചോദിച്ചത്? ആരാ? പ്ലീസ് വരരുത്, പ്ലീസ്. ഏതെങ്കിലും ആണുങ്ങൾ നിന്റെ തീയതി തൊട്ട് ഇതായിരിക്കും എല്ലാവരുടെ വിധി. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ തയ്യാം. എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ഐ ഹേറ്റ് others hand on you. തേ പെട്ടെന്ന് ഭയന്നുകൊണ്ട് റൂമിലേക്ക് ഓടി പോകുന്നു. തേ റൂമൊക്കെ കുറ്റിയിടുന്നു. തേ പേടിച്ച് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഡോർ ബ്രസ്റ്റ് ഓപ്പൺ ആയിട്ട് പ്ലീസ് അടുത്തേക്ക് വരരുത്, പ്ലീസ് ഞാൻ പ്ലീസ് ആരും അടുത്തേക്ക് വരരുത്, പ്ലീസ് ഞാൻ പോലീസിനെ വിളിക്കും. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ. പ്ലീസ് പോന്ന്, പ്ലീസ്.
You give me no chance there. I'm sorry. അങ്ങനെ ആൾ പോകുന്നു. തേയ കരഞ്ഞ് കരഞ്ഞുറങ്ങുന്നു. ഈവൻ തേയ ഉറങ്ങണ സമയത്ത് ആ ആൾ റൂമിലേക്ക് വരുന്നു. തേയനെ തന്നെ നോക്കുന്നു. One day, I'm gonna make you mine there. So soon. Soon. I promise that you will know about me. Love you, my little mouse.